അപ്പോൾ നമുക്ക് ഇനി നൈട്രേറ്റിൻ്റെ ടെസ്റ്റുകളിലേക്ക് പോകാം. നൈട്രേറ്റ് NO3-, വളരെ പ്രധാനപ്പെട്ട ഒരു ആനയോണാണ് നൈട്രേറ്റ് NO3-. അപ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളിലേക്ക് പോകാം. അതിൽ നമ്മൾ 3 ടെസ്റ്റുകളാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഡ്രൈ ഹീറ്റിംഗ് ടെസ്റ്റ്, അതുപോലെ തന്നെ പേപ്പർ ബോൾ ടെസ്റ്റ്, അതുപോലെ തന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട 3 ടെസ്റ്റുകളാണ് നമുക്ക് നൈട്രേറ്റിനുള്ളത്. അപ്പോൾ ഗിവൺ സോൾട്ട്, നമുക്ക് ആദ്യം സോൾട്ട് തന്നിട്ടുണ്ട്, അത് നൈട്രേറ്റ് സോൾട്ട് ആണെന്ന് നമുക്ക് നേരത്തെ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് ലെഡ് നൈട്രേറ്റ് സോൾട്ടാണ്. അപ്പം അതിൽ നിന്ന് അല്പം ഞാൻ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുന്നു. ആദ്യം ഞാൻ ഡ്രൈ ഹീറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ഹീറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ റിയേജൻറ്റുകളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ ടെസ്റ്റ് ട്യൂബിനെ എടുക്കുന്നു. ഹീറ്റിംഗ് എക്സ്പെരിമെൻറ്റുകളല്ല, നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാനാണ് നമ്മളത് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ട്യൂബിലേക്ക് അല്പം സോൾട്ടിനെ, നൈട്രേറ്റ് കണ്ടെയ്നിങ് സോൾട്ടിനെ എടുക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ജസ്റ്റ് ഹീറ്റ് ചെയ്യുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോൾ നമ്മളൊരു വേവിലേക്ക് ഹീറ്റിംഗ് ആണ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. എപ്പോഴും ടെസ്റ്റ് ട്യൂബിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഹീറ്റ് ചെയ്ത് വെക്കുകയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഇതിനെ വേവിലേക്ക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേവിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കാം. അതാണ് ഈ രീതിയിലാണ് നമ്മൾ ഹീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്റ്റേണൽ ഒബ്സർവേഷനൊക്കെ വിധേയമാകുന്ന കാര്യമാണല്ലോ ഇത്. അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് പ്രാക്ടിക്കൽ നടത്താൻ വേണ്ടി മറ്റൊരു ഫാക്കൽറ്റി ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ എന്താണ് നൈട്രേറ്റ് സോൾട്ടുകളെ ഡ്രൈ ഹീറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, വെറുതെ സോൾട്ടിലേക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലേക്ക് കുറച്ച് സോൾട്ട് എടുത്തു. അതിനെ എന്ത് ചെയ്യുന്നു, വേവിയായിട്ട് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സൗണ്ട്, ഒരു ക്രാക്ലിംഗ് സൗണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ജസ്റ്റ് ഒരു കടുകൊക്കെ പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രൈ ഹീറ്റിംഗ് ആണ്. ഡ്രൈ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് ഒബ്സർവേഷൻ നോക്കാം. നൈട്രേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ടിനെ നമ്മൾ ഡ്രൈ ഹീറ്റ് ചെയ്താൽ മെല്ലെ നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വാൾസിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ബ്രൗൺ കളർ ഗ്യാസ് അതിലൂടെ ഇവോൾവ് ചെയ്യുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് പുറത്തിറങ്ങുമ്പോൾ അതിനകത്ത് നമുക്ക് കളർ അധികം വിസിബിൾ ആവുന്നില്ല. ഒരു ബ്രൗൺ കളറുള്ളൊരു ഗ്യാസ് ടെസ്റ്റ് ട്യൂബിൻ്റെ വാൾസിൽ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അത് നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. കാരണം നൈട്രേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ടിനെ നിങ്ങൾ ഡ്രൈ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് അസിഡിക് ഗ്യാസാണ് NO2, അത് പുറത്തേക്ക് ഇവോൾവ് ചെയ്യും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡ്രൈ ഹീറ്റ് ചെയ്താൽ നൈട്രേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ടിനെ ഡ്രൈ ഹീറ്റ് ചെയ്താൽ ബ്രൗൺ കളേർഡ് ഗ്യാസ് പുറത്തേക്ക് വരും. അതൊരു പ്രത്യേക സൗണ്ടോട് കൂടിയാണ് ആ ഒരു ഡ്രൈ ഹീറ്റിംഗ് നടക്കുന്നത്. ക്രാക്ലിംഗ് സൗണ്ട് എന്നാണ് അതിനെ പറയുന്നത്. അതൊന്നും എക്സ്റ്റേണൽ ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കണം, ആ ബ്രൗൺ കളേർഡ് ഗ്യാസ് നൈട്രേറ്റ് അതിനകത്തുണ്ട്, അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസ് പുറത്ത് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് കുറച്ചും കൂടെ വൃത്തിയുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. നൈട്രേറ്റിൻ്റെ കൺഫർമേഷൻ. അപ്പോൾ ഇതൊരു പ്രിലിമിനറി അനാലിസിസ് മാത്രമാണ്, ഇതുകൊണ്ട് ഉറപ്പിക്കുന്നില്ല. അപ്പോൾ നൈട്രേറ്റ് മേ ബി പ്രസൻറ്റ് എന്നാണ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡിലേക്ക് നമ്മൾ ടെസ്റ്റ് ട്യൂബിനെ മാറ്റുന്നു. അപ്പോൾ അവിടെ എന്താണ്, ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിൽ നമ്മൾ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇനി വീണ്ടും നമ്മൾ അല്പം സോൾട്ടിനെ വീണ്ടും ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. നൈട്രേറ്റിനെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, കൺഫേം ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ അല്പം നൈട്രേറ്റിനെ എന്ത് ചെയ്യുന്നു, സോൾട്ടിലേക്ക് എടുക്കുന്നു. അല്പം നൈട്രേറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സോൾട്ടിനെ ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തു. ഇതിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ചിട്ട് വലിയ എക്സ്പെരിമെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഒരു മേജർ എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ആനിമലിൽ ചെയ്യുന്നത്. സോൾട്ടിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഒരു ഡ്രോപ്പറിൻ്റെ സഹായം, കാരണം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്, ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, വളരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ഒരു ഡ്രോപ്പറിൻ്റെ സഹായത്തോടു കൂടി അല്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായി ഈ പറയുന്ന സോൾട്ടിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അല്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ സൾഫ്യൂരിക് ആസിഡിൻ്റെ ബോട്ടിൽ സുരക്ഷിതമായി അടച്ച് മാറ്റി വെക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു റിയേജൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് ഇരുന്നിടത്ത് തന്നെ വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സോൾട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ടെസ്റ്റ് ട്യൂബ് ഹോൾഡറിലേക്ക് അതിനെ എടുത്തു. വേണമെങ്കിൽ ജസ്റ്റ് റിയാക്ഷൻസ് ഒക്കെ നടക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ലൈക്ക് ദിസ്, ഈ രീതിയിലാണ് നമ്മൾ വേവിലേക്ക് ഹീറ്റിംഗ് ആണ്. ഞാനിങ്ങനെ ഈ ഹീറ്റ് ചെയ്ത ഈ ഒരു ഇതിലേക്ക് ഒരു പേപ്പർ ബോൾ എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. ഒരു ചെറിയ പേപ്പറിൻ്റെ ഒരു ബോൾ പോലെ നമ്മളിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുകയാണ്. ഈ പേപ്പർ ബോൾ ഈ ഒരു രൂപത്തിൽ ചുരുട്ടി വെച്ചിരിക്കുന്നു. ഇത്രയും സൈസ് മതി. അപ്പോൾ ആ പേപ്പർ ബോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നൈസായി ഇതിലേക്ക് നമ്മൾ ഇടുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഒബ്സർവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബ്രൗൺ കളർ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് പുറത്തേക്ക് പോകുന്നതായി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. വളരെ ക്ലിയറായി നമുക്കത് വിസിബിളാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളേർഡ് ഗ്യാസ് വളരെ ഫാസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും
അത് പുറത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ ഡയോക്സൈഡ്, ദാറ്റ് ഈസ് നൈട്രേറ്റ്. NO3- ആണ് ഇത് കൺഫേം ചെയ്യുന്നത്. നോക്കേ, നേരത്തെ നമ്മൾ ഡ്രൈ ഹീറ്റ് ചെയ്തതിനെക്കാട്ടി ഇഫക്റ്റീവ് അല്ലേ? ഞാൻ ഒന്നുകൂടെ ഹീറ്റ് ചെയ്യാം. കണ്ടോ, പേപ്പർ ബോൾ ഇട്ടിട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും സോൾട്ടും കൂടെ പേപ്പർ ബോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടോ ബ്രൗൺ കളേഡ് ഗ്യാസ് കണ്ടില്ലേ വളരെ പുറത്തേക്ക് വരുന്നത്? നിങ്ങൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ വോൾസിൽ നോക്കി വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നൈട്രേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺഫർമേറ്റീവ് ടെസ്റ്റുമാണ്. അപ്പോൾ സോൾട്ട് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്ലസ് പേപ്പർ ബോൾ വളരെ ചെറിയൊരു പേപ്പർ ബോൾ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ബ്രൗൺ കളേഡ് ഗ്യാസ് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏത് ഗ്യാസാണ് ഈ പുറത്തേക്ക് വരുന്നത്? നൈട്രജൻ ഡയോക്സൈഡ്. അപ്പോൾ ഇതാരുടെ കൺഫർമേറ്റീവ് ടെസ്റ്റാണ്? നൈട്രേറ്റ് റാഡിക്കലിൻ്റെ എന്താണ് കൺഫർമേറ്റീവ് ടെസ്റ്റാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയ ഒരു ടെസ്റ്റും കൂടെയാണ് ഈ നൈട്രേറ്റിൻ്റെ കൺഫർമേറ്റീവ് ടെസ്റ്റിൽ നമുക്കുള്ളത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ വീണ്ടും അതിനെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡിലേക്ക് മാറ്റി ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ അവിടെ നിന്ന് എടുക്കുന്നു. വീണ്ടും നമ്മൾ ബ്രൗൺ റിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം. ബ്രൗൺ റിംഗ് ടെസ്റ്റ് വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അധികം ഷേക്കിംഗ് ഒന്നും വരാത്ത രീതിയിൽ വളരെ കെയർഫുള്ളായിട്ട് ഇതിലേക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സോൾട്ടിനെ അല്പം ടെസ്റ്റ് ട്യൂബിലേക്ക് സോൾട്ട് എടുക്കുന്നു. ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അല്പം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കൈവശം FeSO4 ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അല്പം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രോപ്പർ വീണ്ടും ഇരിപ്പുണ്ട്. ഡ്രോപ്പർ വഴി ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ, അല്ലെ ഡ്രോപ്പർ ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് റിയേജൻ്റ് ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പ്രശ്നമില്ല. ഡ്രോപ്പർ ഉള്ള ലാബുകളാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അല്പം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റിനെ സോൾട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു വൈറ്റ് കളറിലെ ഒരു അപ്പിയറൻസ് എനിക്ക് അവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോൾട്ടിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് മാക്സിമം ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു 1 ഡ്രോപ്പ് മതി. അപ്പം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിനെ വളരെ കെയർഫുള്ളായി ഞാൻ എന്ത് ചെയ്യുന്നു? ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഞാനൊരു മാക്സിമം ഒരു 2 ഡ്രോപ്പാണ് അതിലേക്ക് ആഡ് ചെയ്തത്. യഥാർത്ഥത്തിൽ പ്രൊസീജിയർ അനുസരിച്ച് സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് അലോങ് ദ വോൾസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് എന്നാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ അങ്ങനെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് സൾഫ്യൂരിക് ആസിഡിൽ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയേ ആ ലിക്വിഡിൻ്റെ ജംഗ്ഷനിൽ ഒരു ബ്രൗൺ കളേർഡ് റിങ് അവിടെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സൂക്ഷ്മം. നമ്മളൊരു 2 മിനിറ്റ് നമ്മളൊന്ന് അനക്കാതെ വെക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ബ്രൗൺ കളേർഡ് റിങ് നമുക്ക് അതിൻ്റെ ജംഗ്ഷനിൽ കാണാൻ പറ്റും. ആ വൈറ്റ് കളറിന് തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു സർക്കിൾ പോലെ ഒരു ചുറ്റും ഒരു ബ്രൗൺ കളേർഡ് റിങ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഷേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ റിസൾട്ട് കിട്ടത്തില്ല. വളരെ കാര്യമായി ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കണ്ടോ, ഞാൻ സ്റ്റില്ലാക്കി കുറച്ച് നേരം വെച്ചപ്പോൾ കണ്ട ഒരു ബ്രൗൺ കളേർഡ് റിങ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. ക്ലിയർലി വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കുക. ഇതേപോലെ നിങ്ങൾ പെർഫോം ചെയ്യുക. ദിസ് വിൽ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. ഇനി നൈട്രേറ്റിനെ കൺഫേം ചെയ്യാൻ നമുക്ക് ലോകത്ത് ഒരു ടെസ്റ്റും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. നൈട്രേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺഫർമേറ്റ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഹീറ്റ് ചെയ്തപ്പോൾ ബ്രൗൺ ഗ്യാസ് കിട്ടി. വീണ്ടും അതിനെ കൺഫേം ചെയ്യാൻ പേപ്പർ ബോൾ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. ബ്രൗൺ കളേർഡ് ഗ്യാസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ കണ്ടില്ലേ, ആ ബ്രൗൺ കളർ കണ്ടോ, വിസിബിൾ ആയില്ലേ? ഓക്കെ, ഇതാണ് നൈട്രേറ്റിൻ്റെ കൺഫർമേറ്റ് ടെസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആക്കാം? സോൾട്ടിലേക്ക് എന്ത് ചെയ്യുക? ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുക. അതിലേക്ക് വളരെ കെയർഫുള്ളായി സൾഫ്യൂരിക് ആസിഡ് ഈസ് ആഡഡ് അലോങ് ദ വോൾസ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൻ്റെ വോൾസിലൂടെ വളരെ കെയർഫുള്ളായി സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എ ബ്രൗൺ കളർ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ലിക്വിഡ്സ്. ആ ലിക്വിഡിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബ്രൗൺ കളർ പ്രസിപ്പിറ്റേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആണ്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് അത് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായി കണ്ടുപഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ.